വയനാട് എന്നൊരൊറ്റ വിഷയത്തിൽ കോൺഗ്രസിന് വലിയ പ്രതിരോധത്തിൽ പോകേണ്ടി വന്നു. ആവർത്തിച്ച് ചോദിച്ചു. ഈ 5 കോടിയുടെ കണക്ക് കോൺഗ്രസ് മുന്നോട്ട് വെച്ചല്ലോ. ആ 5 കോടിയുടെ കണക്ക് ഈ ചോദ്യങ്ങൾ ഉണ്ടായ സമയത്താണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇത്രത്തോളം അത് ഡാമേജിങ് ആകുമായിരുന്നില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മാത്രം പ്രഖ്യാപിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ആ ഡാമേജ് കൺട്രോൾ കോൺഗ്രസിന് അനുകൂലമായി ഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയുകയുമില്ല. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്ന ഒരിടത്താണ് 7 ദിവസം മാത്രം ബാക്കിയുള്ളത്. കൂട്ടലും കിഴിക്കലും കണക്കുകൂട്ടലും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പുറത്ത് കാണിക്കുന്ന കോൺഫിഡൻസിനപ്പുറത്തേക്ക് വലിയ ആകുലത ഇരു മുന്നണികൾക്കുമുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെട്ട ഒരു പോളിംഗ് പെർസെന്റ് വലിയ ചങ്കിടിപ്പ് അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പിടിച്ചതുകൊണ്ട് മാത്രമാണ് അവർക്ക് മുഖം രക്ഷിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ആ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടാകുന്ന പല വിവാദങ്ങളുണ്ട്. അപ്പോൾ മാറ്റം വരും എന്ന് പറഞ്ഞവർ നടത്തിയ മാറ്റങ്ങൾ എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്നൊരു കാര്യം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലടക്കം ചർച്ചയായി. നേമത്തും കഴക്കൂട്ടത്തും ഒക്കെ ഈ വിഷയം ചർച്ചയായി. വട്ടിയൂർക്കാവിൽ ചർച്ചയായി. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഇന്നിപ്പോൾ നോക്കൂ, ഇന്ന് കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിൽ കോൺഗ്രസ് BJPക്കെതിരെ സമരം നടത്തി. BJPയുടെ കൗൺസിലർമാർ വാട്ടർ അതോറിറ്റിയിൽ പോയി ചർച്ച നടത്തി. ഈ പുകപടലങ്ങൾ ഉണ്ടാക്കുക എന്നതിനപ്പുറത്ത് ഈ കരാർ എന്താണ് എന്ന് പറയാൻ ഇവരാരും തയ്യാറാകുന്നില്ല. ജലവിതരണം എന്ന് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, ഭരണഘടനാപരമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമായ കാര്യമാണ് എന്നുള്ളതാണ് CPM പറയുന്നത്.